ലോട്ടറിക്കായി കൊന്നു. സമ്മാനമടിച്ച ലോട്ടറി ടിക്കറ്റിന് വേണ്ടി അച്ഛനെ കൊലപ്പെടുത്തിയ മകന് ജീവപര്യന്തവും 50,000 രൂപ പിഴയും. തിരുവനന്തപുരം നെടുമങ്ങാട് വെറ്റിക്കോണം സ്വദേശിയായ ആന്റണിയെ കൊലപ്പെടുത്തിയ കേസിലാണ് മകൻ വിനോദിനെ കോടതി ശിക്ഷിച്ചത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KP അനിൽകുമാറാണ് ശിക്ഷാവിധി പ്രസ്താവിച്ചത്. 2022 ജൂലൈ 19 സംഭവം. ലോട്ടറി കച്ചവടക്കാരനായിരുന്ന ആന്റണിയുടെ കൈവശമുണ്ടായിരുന്ന ടിക്കറ്റുകളിലൊന്നിന് സമ്മാനമടിച്ചു. ഇക്കാര്യം അറിഞ്ഞ വിനോദ് ടിക്കറ്റ് തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ആന്റണി ടിക്കറ്റ് നൽകാൻ തയ്യാറായില്ല. തുടർന്ന് പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ച് വിനോദ് ആന്റണിയെ ആക്രമിക്കുകയായിരുന്നു. ക്രൂരമർദ്ദനമാണ് ആന്റണിക്ക് സ്വന്തം മകനിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത്. അടിവയറ്റിലും മുതുകിലും ആഞ്ഞു ചവിട്ടി. വഴിയരികിലുണ്ടായിരുന്ന ഇരുമ്പ് പൈപ്പിൽ പലതവണ തലപിടിച്ചടിച്ചു. വഴിയരികിൽ അവശനായി കിടന്ന ആന്റണിയെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. തുടർന്ന് 24 ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ശേഷം ആന്റണി മരണത്തിന് കീഴടങ്ങി. തലയിലേറ്റ മാരക മുറിവായിരുന്നു മരണകാരണം. ചികിത്സാരേഖകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അടക്കം 47 രേഖകളും കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധമടക്കം 3 തൊണ്ടിമുതലുകളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. 16 സാക്ഷികളെയാണ് ആകെ വിസ്തരിച്ചത്. മൊഴിയിൽ ഉറച്ചുനിന്ന ഈ ദൃക്സാക്ഷികൾ കേസിൽ ഏറെ നിർണായകമായി. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.